അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് താഴേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പാമ്പിൻ്റെ ശല്യം പൂർണ്ണമായിട്ടും തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു മൃഗങ്ങൾക്കും അതുപോലെ മനുഷ്യന്മാർക്കും ഇല്ലാക്കാൻ കഴിയും. നമ്മുടെ വീട്ടിൽ പാമ്പ് ശല്യം വളരെയധികം കൂടുതലായിരിക്കും. തണുപ്പുള്ള മേഖലയിലൊക്കെ ഈ പാമ്പ് ഒന്ന് കയറി കിടക്കും. അപ്പം നമ്മുടെ വീടിൻ്റെ 7 അയൽവക്കത്ത് ഈ പാമ്പ് വരാതിരിക്കാനുള്ള ഒരു ഐറ്റം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഐറ്റങ്ങളാണ് ഇത് നമ്മുടെ ഈ ഒരു ടേബിളിന് പുറത്തായിട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, കറുകപ്പട്ട, ഇത് വെളുത്തുള്ളി. ഈ ഒരു കറുകപ്പട്ടയും അതുപോലെ തന്നെ വെളുത്തുള്ളി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിപ്പം ആ ഒരു മിക്സിയിലിട്ട് അടിച്ചെടുത്ത ആ ഒരു പട്ടയും അതുപോലെ തന്നെ ആ വെളുത്തുള്ളിയാണ് ഈ കാണുന്നത്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കിട്ടിയത് കേട്ടോ, ഒന്ന് ചതച്ചെടുത്താലും മതി. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാസിനടുപ്പിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ എന്തേ ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കളറ്. ഇതിനെ നമുക്ക് ഇങ്ങനെയല്ല വേണ്ടുന്നത്, നരിച്ചെടുക്കണം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് ആ മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മണ്ണെണ്ണയാണ് കേട്ടോ. ഇപ്പം നമുക്കറിയാം നമ്മുടെ മണ്ണെണ്ണ എങ്ങും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡെറ്റോൾ ഉപയോഗിക്കാം. അതിനകത്തേക്ക് എന്താ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഡെറ്റോൾ ഈ കുപ്പിക്കകത്തേക്ക് വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. മണ്ണെണ്ണയാണെങ്കിൽ പോലും ഒരു 5-6 ഡ്രോപ്പ് മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഇവനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ തൊഴുത്തിൻ്റെ സൈഡിലൊക്കെ സാധാരണ നമുക്ക് ഈ ഒരു പാമ്പിൻ്റെ ശല്യം